ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രധാനമായ ഒരു മുഗൾ കോട്ടയാണ് ആഗ്ര കോട്ട. 1565 അക്ബർ ചക്രവർത്തിയാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ചുവന്ന മണൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ കോട്ട പിന്നീട് ഷാജഹാൻ വെള്ള മാർബിളിൽ കൂടുതൽ മനോഹരമാക്കി. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അക്ബർ ചക്രവർത്തി ചുവന്ന മണൽക്കല്ലിൽ പണിതീർത്തത് ഷാജഹാൻ പിന്നീട് വെള്ള മാർബിൾ ഉപയോഗിച്ച് ഇതിനകം മോടി പിടിപ്പിച്ചു. ജഹാംഗീർ മഹൽ, ഖാസ് മഹൽ, ദിവാൻ-ഇ-ആം, ദിവാൻ-ഇ-ഖാസ്, ശീഷ് മഹൽ, മുസമ്മൻ ബുർജ് തുടങ്ങിയവ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഷാജഹാൻ തൻ്റെ അവസാന കാലത്ത് തടവിലാക്കപ്പെട്ട മുസമ്മൻ ബുർജിൽ നിന്ന് താജ്മഹൽ കാണാമായിരുന്നു. മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണികഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട. ആഗ്രയിലെ ചെങ്കോട്ട എന്നും അറിയപ്പെടുന്ന ഈ കോട്ട 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ലോകമഹാത്ഭുതമായ താജ്മഹലിന് 2.5 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ഇത്. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത്. സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെയായിരുന്നു. താജ്മഹലിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അമർ സിംഗ് ഗേറ്റ് വഴിയാണ് കോട്ടയിലേക്ക് പ്രവേശനം. എല്ലാ ദിവസവും കോട്ട സന്ദർശകർക്കായി തുറന്നിരിക്കും. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രധാനമായ ഒരു മുഗൾ കോട്ടയാണ് ആഗ്ര കോട്ട. 1565 അക്ബർ ചക്രവർത്തിയാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ചുവന്ന മണൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ കോട്ട പിന്നീട് ഷാജഹാൻ വെള്ള മാർബിളിൽ കൂടുതൽ മനോഹരമാക്കി. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ജഹാംഗീർ മഹൽ, ഖാസ് മഹൽ, ദിവാൻ-ഇ-ആം, ദിവാൻ-ഇ-ഖാസ്, ശീഷ് മഹൽ, മുസമ്മൻ ബുർജ് തുടങ്ങിയവ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഷാജഹാൻ തൻ്റെ അവസാന കാലത്ത് തടവിലാക്കപ്പെട്ട മുസമ്മൻ ബുർജിൽ നിന്ന് താജ്മഹൽ കാണാമായിരുന്നു. മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണികഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട. ആഗ്രയിലെ ചെങ്കോട്ട എന്നും അറിയപ്പെടുന്ന ഈ കോട്ട 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ലോകമഹാത്ഭുതമായ താജ്മഹലിന് 2.5 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ഇത്. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത്. സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെയായിരുന്നു.